പ്രിയമുള്ളവരെ, KT കിസ്സും എനിക്കും അവതരിപ്പിക്കുന്ന നാടകം 4-ാം ഭാഗം ആരംഭിക്കുന്നു. ബോട്ടൊക്കെ അടുക്കുന്നേ ഉള്ളൂ. മീനെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലേ? കയ്യിൽ കായില്ലാതെ ആരാ ഞമ്മക്ക് മീൻ തരിക? അത് പോട്ടെ. നിങ്ങള് ഒരു ദിവസം എത്ര രൂപക്കെ മീൻ ഒരു ദിവസം എടുക്കുന്നേ? ഏതാണ്ട് കൂടി വന്ന 3000 ഉറുപ്പിക അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. എല്ലാം ഒരുമാതിരി ട്രോളിങ്. വീണ്ടും ഒന്ന് പച്ച പിടിച്ച് തുടങ്ങണം. പടച്ചോനെ, എന്തിനാ ഇങ്ങനെ ഒരു കൽബ് ഞമ്മക്ക് തന്നത്? നിങ്ങൾ സമാധാനിക്ക്, എന്തെങ്കിലും വഴി ഉണ്ടാവും. എല്ലാം ശരിയാകുന്നേ. ഇന്നലെ ആണെങ്കിൽ കച്ചവടം വളരെ മോശമായിരുന്നു. മീനെടുക്കാനുള്ള കാശ് മാറ്റി വെച്ച് നമ്മുടെ പിള്ളേരുടെ വിശപ്പകറ്റാൻ ഉള്ളത് ചെയ്ത് നമ്മളും ഓളൊന്നും കഴിച്ചില്ല. 5 നേരവും നിസ്കാരം നടത്തുന്നതാണ് നമ്മള്. പക്ഷേങ്കിൽ പടച്ചോൻ പോലും നമ്മളെ കൈവിട്ടു. പടച്ചോനൊന്നും കൈവിട്ടിട്ടില്ലേക്ക. നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ദൈവം ഒന്നേ ഉള്ളൂ, അത് എല്ലാവരുടെ അടുത്തുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് വിശ്വാസം എന്നും പറഞ്ഞ് ദൈവത്തെ തന്നെ വെട്ടിയും ബോംബ് വെച്ചൊക്കെ കൊല്ലുന്നത്. ഇതെന്ന് ആര് മനസ്സിലാക്കാൻ? ശരിയാണ്, നിങ്ങളുടെ പേര് ഞമ്മക്കറിയില്ല. എൻ്റെ ഇക്കയെ പോലെയാണ് നിങ്ങളുടെ സംസാരം. പിന്നെ ബോട്ടൊക്കെ അടുത്ത് വരുന്നുണ്ട്. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഇതൊരു 5000 രൂപയുണ്ട്. ഇതിന് മീനെടുത്ത് ഇന്നത്തെ കച്ചവടം നന്നായിട്ട് നടത്ത്. ക്രിസ്മസല്ലേ? വരുമ്പോ നമ്മൾ പടച്ചോനോട് ചോദിക്കും. എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നമ്മള് പടച്ചോൻ എവിടെയാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടു. അത് നിങ്ങളാണ്. നിങ്ങള് ഇക്ക അതൊക്കെ അങ്ങോട്ട് വിട്. പിന്നെ ആർവി ചെല്ലും, വേഗം ചെല്ലും, അല്ലെങ്കിൽ മീൻ തീർന്നു. എന്നോട് വന്ന് ചോദിക്കരുത്. എനിക്ക് ബോട്ടൊന്നുമില്ല. എനിക്കാകെയുള്ളത് ഈ തയ്യൽ മെഷീൻ മാത്രമേ ഉള്ളൂ. അല്ലേ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മനുഷ്യ? ജോസ് കുട്ടി തന്ന പൈസ ഇങ്ങനെ ഒക്കെ തീർത്തു. രാവിലെ പോയി കുറെ സാധനവും മേടിച്ചോണ്ട് വന്നു. ഇനി എന്തൊക്കെ കാണിക്കുമോ ആവോ? എടീ, ഞാൻ അയാളുടെ കണ്ണുകളിൽ കണ്ടത് അയാളുടെ മക്കളെയാണ്. നമുക്കാരാ ഉള്ളത്? അത്ര തന്നെ. അതൊക്കെ പോട്ടെ, വേഗം കറിയൊക്കെ റെഡിയാക്കാൻ നോക്ക്. ഉച്ചയാകാറായി. ഇവിടെങ്ങും ആരുമില്ലേ? ആരാ? ഇപ്പൊ വരാട്ടോ. എടാ നീത്താമോ, ആരും എന്ത് തയ്ക്കാൻ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. നോക്കിട്ട് വരാം. പിന്നെ ആ മോര് ചാറിൽ കടുക് കൂടി പൊട്ടിച്ചിട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ചേട്ടായി, എന്റെ ചേട്ടായി, എന്റെ അലക്സ ചേട്ടായി. അലോച്ച, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോടാ? അതെന്താ ചോദ്യം ചേട്ടായി? എന്റെ ചേട്ടായിയോട് എനിക്ക് ദേഷ്യമോ? ഇല്ല ഇല്ല ചേട്ടായി, എന്റെ ചേട്ടായി അല്ലേ. ഇയാള് വന്നോ? എന്ത് പറ്റി ഇപ്പോ? ഈ മനുഷ്യനെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കയ്യിലാക്കിയില്ലേ? പിന്നെ വന്നിരിക്കുന്നു. എന്റെ ചേട്ടായിയാണിത്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നിങ്ങൾക്കെന്താ ഇത്രയും സങ്കടം?
നമ്മുടെ മോൻ മരിച്ചിട്ട് പോലും ഇയാൾ വന്നോ? വരില്ല. വന്നാൽ സുനാമി വന്ന് തകർന്നു പോയി നമ്മളെയൊക്കെ സഹായിക്കേണ്ടി വരും ഇയാൾക്ക്. അതുകൊണ്ടല്ലേ ഇത്രയും വർഷമായിട്ട് നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്നത്. നമ്മളെങ്ങനെ കഴിയുന്നുവെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? വലിയ ബംഗ്ലാവൊക്കെ വെച്ച് രാജാവായിട്ട് കഴിയുക. എടി റീത്താമ്മോ, നിന്നോടല്ലേ പറഞ്ഞത് നിർത്താൻ? ഇതെന്റെ ചേട്ടായിയാണ്. അതേ ചായ, എനിക്ക് മറക്കാൻ പറ്റില്ല ഇയാളുടെ മൂത്തമാന്റെ മാമോദീസ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരെയും മുന്നിൽ വെച്ച് ഇയാള് നിങ്ങളെ നാണം കെടുത്തിയത്. ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവരെന്ന്. അതേ ചേട്ടായി, ഇയാൾക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ല. ഇയാൾക്ക് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും. വേണ്ട ആലോചന, അവൾ പറയട്ടെ. ഒരു കൂടപ്പിറപ്പിനോട് ചെയ്യാൻ പറ്റുന്നതാണോടാ ഞാൻ നിന്നോടും റീത്താമ്മയോടൊക്കെ ചെയ്തത്. ഇതൊക്കെ കേൾക്കാൻ തന്നെയാണടാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ സ്വന്തം സഹോദരനെ പോലും ഉപേക്ഷിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർത്താൻ കൂട് തേടിപ്പോയ ജ്യേഷ്ഠൻ അനുജന് ഭവിച്ച ഭവിഷ്യത്തുകളൊന്നും കാണാതെ ദൂതുപുത്രനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ അനുജന്റെ അടുക്കൽ ആ ക്രിസ്മസ് ദിനത്തിൽ യാചനാപൂർവം വന്നു നിൽക്കുമ്പോൾ സ്നേഹലാളനങ്ങളോടെ വാരിപ്പുണരുന്ന അനുജൻ അലോഷി. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ അടുത്ത ഞായറാഴ്ച രാത്രി 8:30. ശുഭരാത്രി.